നമസ്കാരം. നാളത്തെ ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ സ്റ്റോറി കേട്ടോ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കാട്ടോ. നാളെ ഒരു സംഭവ ബഹുലമായ അന്തരീക്ഷം തന്നെയാണ് നമ്മുടെ മഴത്തോരു മുംബൈയിൽ നടക്കുന്നത്. വൈജയന്തി ഒരു പുതിയ ഹോം നേഴ്സിനെ കൊണ്ടുവന്നേക്കാണ് മുത്തശ്ശിയും ബാലചന്ദ്രനെ നോക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി പത്രമായിട്ട് നടക്കുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒരു സംഭവ ബഹുലമായ എപ്പിസോഡ് തന്നെ കേട്ടോ നാളെ നടക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക. നമ്മുടെ മഴത്തോരും മുമ്പ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ടും കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതുപോലെ ഹൈപ്പ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇതൊക്കെ പറയുന്നത് പലരും എന്തിനാണ് അതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ ചെയ്താൽ ഒരു സന്തോഷം, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്യാം. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വീഡിയോ കേട്ടാലും മതി, ഒരു കുഴപ്പമില്ല. അപ്പോൾ താല്പര്യമുള്ളവരാണല്ലോ നമ്മുടെ വീഡിയോ കാണുകയും കേൾക്കുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ മുൻകൂട്ടി നമ്മൾ പറയുന്നുണ്ട് എപ്പോഴും നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറി പറയുമ്പോൾ നോവലിനെ ബേസ് ചെയ്തിട്ടും അതുപോലെ അത് മാത്രമല്ല നമ്മുടെ പ്രൊമോ കണ്ടിട്ടും പിന്നെ കുറച്ച് ഇമാജിനേഷനും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ പറയുന്നുണ്ട്. പലരും ഇമാജിനേഷൻ വേണ്ട എന്ന് പറയുന്നു. പലരും ചോദിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ സ്റ്റോറി പറയുമ്പോൾ അത് സ്റ്റോറി പിന്നെ ടി വിയിൽ കാണാൻ താല്പര്യം കുറയല്ലേ ചെയ്യാന്ന്. പക്ഷേ അങ്ങനെയല്ല എനിക്ക് തോന്നുന്നത്. സ്റ്റോറി ഇങ്ങനെ കേൾക്കുമ്പോൾ ആ ഒരു എപ്പിസോഡ് വരാനായിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു എപ്പിസോഡ് ടി വിയിൽ വന്ന് കാണാനായിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ്. എങ്ങനെയൊക്കെ നമ്മൾ സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞാലും എല്ലാവരും ടി വിയിലും അതുപോലെ ഹോട്ട്സ്റ്റാറിലും എപ്പിസോഡ് കാണുന്നുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം നമ്മൾ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ കാണുമ്പോൾ ഒരു രസമുണ്ട്. അപ്പോൾ കേട്ട ഭാഗങ്ങൾ എപ്പിസോഡിൽ വരുന്നത് കാണാനായിട്ട് കാത്തിരിക്കുന്നവരാണ് കൂടുതലും. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുറേ നല്ല കമൻറ്റുകളൊക്കെ വരുന്നതുകൊണ്ട് പിന്നെ കുറച്ച് പേര് ഇങ്ങനെ സ്റ്റോറി പറയണ്ട എന്നൊക്കെ പറയുന്നത് കൊണ്ട് സ്റ്റോറിയുടെ റേറ്റിംഗ് കുറയല്ലേ എന്നൊക്കെ ചോദിച്ചതുകൊണ്ടാണ് പറയുന്നത്. സ്റ്റോറിയുടെ അതായത് സീരിയലിൻ്റെ റേറ്റിംഗ് ഒക്കെ കൂടാനാണ് സഹായിക്കുന്നത്. കാരണം ഒരുപാട് പേരിലേക്ക് നമ്മുടെ സീരിയൽ എത്തുകയാണ് ചെയ്യുന്നത്. കൂടുതലും എപ്പിസോഡ് ഹോട്ട്സ്റ്റാറിലും അതുപോലെ ടി വിയിലും കാണുന്നത് മാത്രമല്ല, ഇപ്പോൾ ഈ സീരിയലിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തുമ്പം എല്ലാവരും ആ സ്റ്റോറി കേട്ടിട്ട് സീരിയൽ കാണാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു റേറ്റിംഗ് കൂടാനാണ് ഉപകരിക്കുന്നത് കേട്ടോ നമ്മളിങ്ങനെ സ്റ്റോറിയൊക്കെ പറയുമ്പം. അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. കൂടുതൽ പേരും പറയുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ സീരിയലിൻ്റെ സ്റ്റോറി നമ്മൾ പറയുന്നത് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നമുക്ക് നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറിയിലേക്ക് പോകാം. വൈജയന്തി ആണെങ്കിൽ കടപ്പാട്ടൂരിൽ നിന്ന് ഒരു ദിവസം മാറി നിന്നേക്കായിരുന്നല്ലോ. കൊല്ലപ്പള്ളിയിൽ പോയിട്ട് ഇനി വീട്ടിലേക്ക് കയറുന്നുണ്ടെങ്കിൽ ഒരു ഹോം നേഴ്സിനെയും കൊണ്ടേ കയറുള്ളൂ എന്ന് ശബ്ദം എടുത്തുകൊണ്ടാണ് വൈജയന്തി കൊല്ലപ്പള്ളിയിലേക്ക് ചെന്നത്. കമലയുടെ സഹായത്തോട് കൂടിയിട്ട് ഒരു ഹോം നേഴ്സിനെ കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഹോം നേഴ്സിനെയും കൂട്ടിയിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ മുത്തശ്ശി വഴക്കുണ്ടാക്കുന്നുണ്ട്. നീ ബാലചന്ദ്രനോട് ചോദിക്കാതെ ഒരാളെ കൊണ്ടുവന്നത് ശരിയായില്ല എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും ബാലചന്ദ്രനോട് ചോദിക്കണോ, ബാലചന്ദ്രൻ എന്നോട് ചോദിച്ചിട്ടാണോ എല്ലാം ചെയ്യുന്നത്, ബാലചന്ദ്രനെ പോലെ ജോലി ചെയ്ത് തന്നെയാണ് ഞാനും ജീവിക്കുന്നത് എന്ന് പറയണം. അപ്പോൾ എൻ്റെ കാര്യങ്ങൾ നോക്കാനൊക്കെ അലീന ഇവിടെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ അലീന ഇന്ന് മുതൽ ഇവിടെ നിന്ന് പോവുകയാണ്, അലീന ഇനി ഇവിടെ ഇല്ല എന്ന് പറയാണ് വൈജ. അപ്പോൾ ഇതൊക്കെ ബാലചന്ദ്രനോട് ചോദിക്കേണ്ടതെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയണം. എന്നിട്ട് അലീനയോട് പോകാൻ പറയുമ്പോൾ അലീന പറയുന്നുണ്ട് എനിക്ക് സാറിനോട് പറയണം എന്ന് പറയുമ്പോൾ നീ പോയതിന് ശേഷം ഞാൻ പറഞ്ഞോളാം, നീ സാറിനോട് പറയാനൊന്നും നിൽക്കണ്ട എന്ന് പറയണം. കാരണം അലീന എങ്ങാനും സാറിനോട് പറയാനായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ബാലചന്ദ്രൻ വിടില്ല എന്ന് വൈജയന്തിക്ക് നല്ല ബോധ്യമുണ്ട്. അങ്ങനെ അലീന അവിടെ നിന്ന് പാത്രങ്ങളൊക്കെ എടുത്തിട്ട് അടുക്കളയിലേക്ക് പോവുകയാണ്. പിന്നീട് വൈജയന്തി ആണെങ്കിൽ ആ സുമിത്ര എന്ന് പറഞ്ഞ ഹോം നേഴ്സിനെയും കൂട്ടിയിട്ട് കിച്ചണിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കിച്ചണൊക്കെ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ചെല്ലുകയാണ്. അവിടെ ചെന്ന് നോക്കുമ്പോൾ വൈജയന്തി കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അലീന ആ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയും ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലൊക്കെയാണ്. അപ്പോൾ വൈജ പറയുന്നുണ്ട് നിന്നോടല്ലേ ഇന്ന് ഇവിടെ നിന്ന് പോകാൻ പറഞ്ഞത്, പിന്നെ നീ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പോവുകയാണെങ്കിലും ഞാൻ ചെയ്ത ജോലികൾ എനിക്ക് പൂർത്തിയാക്കിയിട്ടേ പോകാൻ പറ്റത്തുള്ളൂ എന്ന് പറയാണ് അലീന. അതൊക്കെ ചെയ്യാൻ ഇവിടെ ആളുണ്ട്, നീ ഒന്നും ചെയ്യേണ്ട, നീ ഇവിടെ നിന്നൊന്ന് പോയി തന്നാൽ മതി എന്ന് പറയാണ് വൈജ. അപ്പോൾ അലീന പറയുന്നുണ്ട് ശരി ഞാൻ പോയേക്കാം, എനിക്ക് അതിന് മുൻപ് സാറിനോട് പറഞ്ഞിട്ടേ പോകാൻ പറ്റത്തുള്ളൂ, അല്ലാതെ മാഡം പറയുന്നത് പോലെ സാറിനോട് കാണാതെയോ പറയാതെയോ പോകാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് പറയണം. അപ്പോൾ
വൈജ ചോദിക്കുന്നുണ്ട്, നിന്നോടല്ലേ പറഞ്ഞത്, സാറിനോട് ഞാൻ പറഞ്ഞോളാം, നീ പറയാനായിട്ട് ഇപ്പം അങ്ങോട്ടേക്ക് കയറി ചെല്ലണ്ട, എനിക്കറിയാം പറയാൻ, നീ ഒന്ന് ഇവിടെ നിന്ന് പോയാൽ മതി, എനിക്കറിയാം നിൻ്റെ അടവൊക്കെ എന്തിനു വേണ്ടിയിട്ട് ഉള്ളതാണെന്ന് എനിക്കറിയാം എന്നൊക്കെ പറയട്ടെ. അപ്പോൾ മോശമായിട്ട് ഇങ്ങനെ സംസാരിക്കണം. എന്നിട്ട് ആ കൊണ്ടുവന്ന ഹോം നേഴ്സിനോട് വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഞാൻ പേഷ്യൻസിൻ്റെ കാര്യങ്ങൾ മാത്രമേ നോക്കുള്ളൂ, വീട്ടിൽ ജോലിയൊന്നും ചെയ്യത്തില്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓക്കെ ശരി, നിങ്ങളൊന്നും ചെയ്യേണ്ട, എന്നാലും ഞങ്ങൾ പോകുമ്പോൾ ഈ വീട്ടിൽ നിങ്ങൾ മാത്രമേ ഉണ്ടാവത്തുള്ളൂ, അതുകൊണ്ടാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് എന്നുകൂടി പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് ഇങ്ങനെ അലീന ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ്, കൂടുതലായിട്ടൊന്നും പറയുന്നില്ല കേട്ടോ. ആ സമയത്താണ് കോളിംഗ് ബെല്ല് അടിക്കുന്നത് കേട്ടോ. അതായത് ബാലചന്ദ്രൻ ഇങ്ങനെ അലീനയെ വിളിക്കുന്ന ആ കോളിംഗ് ബെല്ലുണ്ടല്ലോ, ആ കോളിംഗ് ബെല്ല് അടിക്കുന്നതാണ് കേൾക്കുന്നത്. ആ സമയത്ത് അത് കേട്ടപ്പോൾ വൈജ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്, അലീനയും നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്താ സംഭവം എന്നറിയാതെ ആ പുതിയതായിട്ട് വന്ന സുമിത്രയും നോക്കുന്നുണ്ട്. ആ സമയത്ത് അലീന പോകാൻ വൈജ ഇങ്ങനെ നോക്കിക്കൊണ്ട് പോവണ്ടേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ വൈജ ഇങ്ങനെ ദേഷ്യത്തോട് കൂടിയിട്ട് അവളെ നോക്കുകയാണ്. എന്നിട്ട് അലീന അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുമ്പോൾ, നീ എങ്ങോട്ടേക്ക് പോകുന്നത്, നിന്നോടല്ലേ ഇനി മുകളിലേക്ക് കയറണ്ടെന്ന് പറഞ്ഞത്, അപ്പോൾ സാറ് വിളിക്കുന്നു എന്ന് പറയുമ്പോൾ, സാറ് വിളിക്കുന്നുണ്ടെങ്കിൽ സാറിൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഭാര്യയായ ഞാനിവിടെ ഉണ്ട്, നീ ഇനി അതിൻ്റെ പുറകെ ഓടണ്ട, നീ നിൻ്റെ പണി നോക്ക്, നീ ഇവിടെ നിന്ന് പോവാൻ നോക്ക് എന്ന് പറയണം. അപ്പോൾ അലീന ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കട്ടോ. അപ്പോൾ വീണ്ടും കോളിംഗ് ബെല്ല് ഇങ്ങനെ കേൾക്കുകയാണ്. ആ സമയത്ത് വൈജ പെട്ടെന്ന് മുകളിലേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോൾ അലീനയ്ക്ക് ആകെ പേടിയാവുന്നുണ്ട്, ഇനിയിപ്പോൾ സാറ് മുകളിൽ കിടന്ന് എന്തൊക്കെ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ഒന്നും അറിയത്തില്ലല്ലോ. അങ്ങനെ മുകളിലേക്ക് കയറി ചെല്ലുകയാണ് വൈജ. അങ്ങനെ മുകളിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് അവിടെ ഇങ്ങനെ കസേരയിൽ കണ്ണടച്ച് ഇങ്ങനെ കിടക്കുകയാണ് ബാലചന്ദ്രൻ കേട്ടോ. അപ്പോൾ ബാലചന്ദ്രനോട് വൈജ ഇങ്ങനെ വന്ന് അവിടെ നിൽക്കുമ്പം അങ്ങനെ ബാലചന്ദ്രൻ കാണുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ മുഖം തിരിക്കുക കേട്ടോ. അപ്പോൾ എന്തിനാ വിളിച്ചത് എന്ന് ചോദിക്കുകയാണ്. ഞാൻ നിന്നെ വിളിച്ചില്ല എന്ന് പറയട്ടോ ബാലചന്ദ്രൻ. ഇവിടെ താഴെയാണെങ്കിൽ നമ്മുടെ അലീനയും അതുപോലെ പുതിയതായിട്ട് വന്ന ഹോം നേഴ്സും പിന്നെ മക്കളൊക്കെ രോഹിത്തും ബബിതയും ഒക്കെ ഉണ്ട് കേട്ടോ. അവരൊക്കെ ഇങ്ങനെ മുകളിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാതെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വൈജ ചോദിക്കുന്നുണ്ട്, എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ നിന്നെ വിളിച്ചില്ല, ഞാൻ അലീനയാണ് വിളിച്ചത് എന്ന് പറയാട്ടോ. അലീന ഇവിടെയില്ല, അലീന ഇവിടെ നിന്ന് പോയി എന്ന് പറയണം. അലീന എങ്ങോട്ട് പോയി, അലീന ഇവിടെ നിന്ന് എങ്ങോട്ടും പോകത്തില്ല, ഞാൻ പറയാതെ പോകത്തില്ല എന്ന് പറയുമ്പോൾ അലീന പോവാൻ നിൽക്കുകയാണ്. അതിനൊരു കാരണമുണ്ടെന്ന് പറയാട്ടോ. എന്ത് കാരണം, അലീന ഇവിടെ നിന്ന് എവിടേക്കും പോകത്തില്ല, എന്നോട് പറയാതെ ഞാൻ പോകത്തില്ല, അലീന പോയി കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കുക എന്നുള്ളത് അലീനയ്ക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ട് അലീന ഇവിടെ നിന്ന് പോകത്തില്ല എന്ന് തന്നെ പറയണം ബാലചന്ദ്രൻ. അതെന്താ അങ്ങനെ, ഇവിടെ കാര്യങ്ങൾ നോക്കാൻ ഭാര്യയായി ഞാനുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഒരു സെർവൻറ്റിനെ തന്നെ ഇപ്പം ഏത് സമയം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ആവശ്യം എന്താണെന്നൊക്കെ ചോദിക്കുകയാണ് വൈജ. അതിൻ്റെ ആവശ്യം എനിക്കല്ലേ, നിനക്കല്ലല്ലോ. അത് സുന്ദരിയും അതുമായ ഒരു ചെറുപ്പക്കാരിയെ ഒരു പെൺകുട്ടിയെ ഹോം നേഴ്സ് എന്ന പേരും പറഞ്ഞിട്ട് ഏത് സമയം ഇങ്ങനെ മുകളിലേക്ക് വിളിച്ചു വരുത്താലോ, ആരും ഒന്നും സംശയിക്കില്ലല്ലോ, ഇതൊക്കെ എവിടെയെങ്കിലും നടക്കുമോ ഈ വീട്ടിലെല്ലാതെയും ചോദിക്കുമ്പോൾ, ഇത് എൻ്റെ വീടാണ്, എൻ്റെ വീട്ടിൽ എന്ത് നടക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് എന്ന് പറഞ്ഞ് വൈജോട് ഭയങ്കര ഷൗട്ട് ചെയ്ത് സംസാരിക്കട്ടോ. നീ പോ, എനിക്ക് നിന്നെ ഇവിടെ കാണണ്ട, നീ പൊക്കോ, ഞാൻ അലീനയാണ് വിളിച്ചത് എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ വീണ്ടും ഇങ്ങനെ കോളിംഗ് ബെല്ലിൽ ഇങ്ങനെ അടിക്കുകയാണ്. അലീന എന്ന് വിളിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജ ദേഷ്യപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഞാനല്ലേ ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിക്കുക. വൈജ റൂമിലോട്ട് കയറുന്നില്ല കേട്ടോ. വൈജ ഡോറിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. റൂമിലോട്ട് കയറാനുള്ള അനുവാദമൊന്നുമില്ല. അനുവാദം ഇല്ലാത്തതുകൊണ്ട് ഇനി കയറിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അന്ന് ഒരു തവണ കയറിയിട്ട് തന്നെ പ്രശ്നം ഉണ്ടാക്കിയതാണല്ലോ, അതുകൊണ്ട് റൂമിൽ കയറുന്നില്ല. അങ്ങനെ വൈജ അവിടെ തന്നെ നിൽക്കണം. അങ്ങനെ ബാലചന്ദ്രൻ വീണ്ടും ഇങ്ങനെ കോളിംഗ് ബെല്ല് അടിക്കുകയാണ്. അപ്പോൾ അത് താഴെ നിന്ന് അലീന കേൾക്കുന്നുണ്ട്. അപ്പോൾ അലീന എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ബബിതയും രോഹിത്തൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അലീന ഇനിയിപ്പോൾ മുകളിലേക്ക് പോവേണ്ടേ എന്താ വേണ്ടതെന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അലീന മുകളിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് ബബിത വന്നിട്ട് തടയുന്നുണ്ട്. നീ ഇപ്പം അങ്ങോട്ടേക്ക് പോകണ്ട, നിന്നോട് അമ്മ അങ്ങോട്ടേക്ക് ചെല്ലണ്ടെന്നല്ലേ പറഞ്ഞത്, നിന്നോട് ഇവിടെ നിന്ന് പോകാനല്ലേ എന്ന് ചോദിക്കുമ്പോൾ, സാറ് വിളിക്കുന്നത് കേട്ടില്ലേ, ബെല്ലടിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ എന്ന് ചോദിക്കണം. അതിന് അമ്മ മറുപടി കൊടുത്തോളും എന്ന് പറയുമ്പോൾ, നീ അങ്ങോട്ട് മാറി നിൽക്കുന്നു പറഞ്ഞ് ബബിതയെ തട്ടി മാറ്റിക്കൊണ്ട് അലീന മുകളിലേക്ക് ഓടി ചെല്ലാട്ടോ. അലീന മുകളിലേക്ക് ചെല്ലുന്ന സമയത്ത് ബാലചന്ദ്രനാണെങ്കിൽ ആകെ ദേഷ്യപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് അലീനയോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിന്നെയല്ലേ വിളിച്ചത്, പിന്നെ ഇവളോട് ആരാ കയറി വരാൻ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുകയാണ് അലീനയോട്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, എന്താ സാർ, എന്തിനാ വിളിച്ചത് എന്ന് ചോദിക്കുമ്പം, എനിക്ക് കുക്കുംബർ സാലഡ് വേണമെന്ന് പറയാണ് ബാലചന്ദ്രൻ. അപ്പോൾ വൈജ ഇടയ്ക്ക് കയറി പറയുന്നുണ്ട്, കുക്കുംബർ സാലഡ് ഞാൻ ഉണ്ടാക്കി കൊണ്ടുവരാമെന്ന് പറയുമ്പോൾ, വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, എനിക്ക് അലീന ഉണ്ടാക്കി കൊണ്ടുവരുന്ന കുക്കുംബർ സാലഡ് മതി എന്ന് പറയണം. അതെന്താ, ഞാൻ കുക്കുംബർ സാലഡ് ഉണ്ടാക്കി കൊണ്ടുവന്നാൽ അത് കഴിക്കാൻ കൊള്ളത്തില്ലെന്ന് ചോദിക്കുമ്പോൾ, നീ എങ്ങാനും കുക്കുംബർ സാലഡ് ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അത് എടുത്ത് നിൻ്റെ മുഖത്തടിച്ച് നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടും എന്നുള്ള രീതിയിൽ ഭീഷണിയിൽ ഇങ്ങനെ പറയാട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് എൻ്റെ നെഞ്ചത്തോട്
അകത്തോട്ട് കയറണമെന്നുണ്ടെങ്കിൽ നീ കൊല്ലപ്പള്ളിയിൽ പോയിട്ട് ശിവേട്ടൻ്റെ പറമ്പിൽ പോയിട്ട് അവിടുന്ന് ഒരു വാഴ വെട്ടി കൊണ്ടുവന്നിട്ട് അവിടെ കെട്ടിത്തൂക്ക്, എന്നിട്ട് അതിൻ്റെ മേൽ നിൻ്റെ പ്രഹസനം നടത്തിക്കോ, എൻ്റെ അടുത്തോട്ട് നീ വരണ്ട എന്നൊക്കെ പറഞ്ഞ് വൈജയുടെ അടുത്ത് ഒരുപാട് ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അലീനയോട് പറയുന്നുണ്ട് എനിക്ക് കുക്കുംബർ സാലഡ് വേണമെന്ന് പറയുമ്പോൾ വൈജ പിന്നെ ഇടയ്ക്ക് കയറി പറയാണ് അലീന ഇനി ഇവിടെ ജോലി ചെയ്യുന്നില്ല, അലീന ഇവിടെ നിന്ന് പോവുകയാണെന്ന് പറയട്ടോ. അലീന ഇവിടെ നിന്ന് എവിടേക്കും പോകുന്നില്ല എന്ന് പറയുമ്പോൾ നീ പോവുകയാണോ അലീന എന്ന് ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ. അപ്പോൾ അലീന പറയുന്നുണ്ട് അത് മാഡം ഒരു പുതിയ ഹോം നേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, എന്നോട് പൊക്കോളാൻ പറഞ്ഞു എന്ന് ഇങ്ങനെ പറയുമ്പോൾ പുതിയ ഹോം നേഴ്സോ, ആര് പറഞ്ഞു ഇവിടെ ഈ പുതിയ ഹോം നേഴ്സിനെ കൊണ്ടുവരാൻ, ആരോട് ചോദിച്ചിട്ടാണ് കൊണ്ടുവന്നത് എന്നൊക്കെ ചോദിച്ച് ഷൗട്ട് ചെയ്യുമ്പോൾ ഈ വീട്ടിൽ എന്തെങ്കിലും കാര്യം ചെയ്യണമെങ്കിൽ ഞാൻ ആരോടൊക്കെ ചോദിക്കണം, എനിക്ക് ഇവിടെ തീരുമാനമെടുക്കാനുള്ള അധികാരമില്ലേ എന്നൊക്കെ ചോദിക്കണം, ഇവിടെ നിനക്ക് അധികാരം, നിൻ്റെ അധികാരം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ പെട്ടെന്ന് താഴേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജി ഇങ്ങനെ ആകെ എന്താ ഇപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകണമെന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കണം. അപ്പോൾ അലീനയും പുറകെ താഴേക്ക് വരുന്നുണ്ട്. പിന്നെ വൈജിയും മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ താഴേക്ക് വരുന്ന സമയത്ത് അവിടെ ബബിതയും രോഹിത്തും ഒക്കെ നിൽക്കുന്നുണ്ട്, ആ പുതിയ സെർവൻറ്റും നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് നിങ്ങളെന്താ ഇവിടെയും ചോദിക്കുമ്പം എന്നെ ഇവിടെ പുതിയതായിട്ട് ജോലിക്ക് എടുത്തതാണ്, നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിക്കുമ്പം സുമിത്ര എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെ ഇവിടെ അപ്പോയിൻറ്റ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ മാഡം ആണെന്നും പറയണം. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇവിടെ അങ്ങനെ ഒരു വേക്കൻസി ഇല്ല, ഇവിടെ തൽക്കാലം ഒഴിവില്ല, ഇവിടെ ഒരു ഹോം നേഴ്സ് ഉണ്ട്, അവിടെ ഞാൻ പകരം ആളെ വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല, നിങ്ങൾക്ക് പോകാമെന്ന് പറയണം. അപ്പോൾ ആകെ അമ്പരന്ന് ആകെ ഇങ്ങനെ നിൽക്കുകയാണ് സുമിത്ര. അപ്പോൾ വൈജയന്തി പെട്ടെന്ന് വന്നിട്ട് പറയുന്നുണ്ട് അതെങ്ങനെ ശരിയാക്കും, ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ഒരു ഹോം നേഴ്സിനെ പറഞ്ഞയക്കാൻ ആർക്കാണ് ഇവിടെ അധികാരമുള്ളത്, ഞാനാണ് അവരെ കൂട്ടിക്കൊണ്ടുവന്നത്, അതുകൊണ്ട് അവരെ ഞാൻ പറഞ്ഞയക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അവരിവിടെ തന്നെ ജോലി ചെയ്യുമെന്ന് പറയുമ്പോൾ എന്താണെങ്കിലും ഈ വീട്ടിൽ 2 ഹോം നേഴ്സിൻ്റെ ആവശ്യമില്ല എന്ന് പറയണം. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്, ഇവിടെ 2 ഹോം നേഴ്സിൻ്റെ ആവശ്യമില്ല, ഇവിടെ ഒരു ഹോം നേഴ്സ് മതി, ഇവളെ ഏതായാലും പോവാൻ നിൽക്കില്ല, ഇവളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കണം എന്ന് പറയുമ്പോൾ അലീന ഇവിടെ നിന്ന് എങ്ങോട്ടും പോകുന്നില്ല, അലീനയ്ക്ക് പകരമായിട്ട് ആരെയും ഇവിടെ അപ്പോയിൻറ്റ് ചെയ്യുന്നില്ല എന്ന് പറയാണ് ബാലചന്ദ്രൻ. അതെന്താ അങ്ങനെ, ഈ വീട്ടിൽ എനിക്കൊരു അധികാരമില്ലേ, ഒരു കാര്യവും തീരുമാനിക്കാനുള്ള ഒരു അധികാരമില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് വൈജ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇല്ല, നിനക്ക് വീട്ടിൽ ഒരു അധികാരമില്ല, ഒരു കാര്യത്തിനും തീരുമാനമെടുക്കാനുള്ള ഒരു അധികാരവും നിനക്കില്ല, നിനക്ക് തന്ന അധികാരങ്ങളും പദവികളും എല്ലാം ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു, നീ ഇനി ഇവിടെ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇവിടെ ജീവിച്ചാൽ മതി, അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇറങ്ങിപ്പൊക്കോ ഇവിടെ നിന്ന്, എനിക്കിവിടെ നീ നിന്നോളണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല എന്ന് പറയണം. അങ്ങനെ ഇപ്പോൾ എന്നെ ഇറക്കി വിട്ടിട്ട് ഇവളെ കയറി വാഴിക്കാനായിരിക്കും അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കണം, നീ എന്ത് തന്നെ ചിന്തിച്ചാലും അത് നിൻ്റെ മനസ്സിൻ്റെ കുഴപ്പം മാത്രമാണ്, നിൻ്റെ മനസ്സ് അത്രയും അഴുക്കായതുകൊണ്ടാണ് നീ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, ഞാൻ എങ്ങനെ ഇവളെ സ്വീകരിക്കുന്നോ, ഞാൻ എങ്ങനെ ഇവളെ വാഴിക്കുന്നു എന്നുള്ളത് നീ നോക്കേണ്ട കാര്യമില്ല, അത് ഞാൻ എൻ്റെ ഇഷ്ടത്തിനായിട്ട് ചെയ്യും, നിനക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കോ എന്നൊക്കെ പറയാണ് ബാലചന്ദ്രൻ വൈജിയോട്. വൈജി ആകെ എന്ത് പറയണമെന്നറിയാതെ നിൽക്കണം. എന്നിട്ട് അലീനയോട് പറയുന്നുണ്ട് നീ ഇവിടെ നിന്നൊന്നും എങ്ങോട്ടും പോകുന്നില്ല, ഞാൻ പറഞ്ഞതാണ് നിന്നോട് ഇവിടെ നിന്ന് നീ പോയി കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്ന് നിന്നോട് ഞാൻ പറഞ്ഞതാണ്, അത് ഓർമ്മയുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അലീന ഇങ്ങനെ തലയാട്ട് കേട്ടോ. എന്നിട്ട് ആ പുതിയ വേലക്കാരിയോട് പറയുന്നുണ്ട് നിങ്ങളെ വിളിച്ചു കൊണ്ടുവന്നത് ഞാനല്ല, പക്ഷേ ഇവിടെ 2 സെർവൻസിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് തൽക്കാലം നിങ്ങൾ ഇവിടെ നിന്ന് പോകണം, ഇവിടെ ജോലിക്ക് ആളെ ആവശ്യമില്ല എന്ന് പറയണം. അപ്പോൾ അവർക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ, എന്നെ ജോലിക്ക് വേണമെന്നും പറഞ്ഞ് വിളിച്ചു വരുത്തി കൊണ്ടുവന്നിട്ട് ജോലിയില്ല എന്ന് പറയുന്നോ, ഞാൻ ഇതിന് എന്താണെങ്കിലും കംപ്ലൈൻറ്റ് കൊടുക്കും ഏജൻസിയിൽ എന്ന് പറയണം അവർ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട് എനിക്ക് അവർ ഇവിടെ നിന്നാൽ മതി, വേറെ ആരും ഇവിടെ നിൽക്കണ്ടെന്ന് പറയുമ്പോൾ എന്നിട്ട് അലീന ഇവിടെ നിൽക്കുന്നതിൽ ആർക്കാ പ്രശ്നം എന്ന് ചോദിച്ചുകൊണ്ട് ബാലചന്ദ്രൻ വീണ്ടും ഷൗട്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് മക്കളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അലീന ഇവിടെ നിൽക്കുന്നതിൽ പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് അച്ഛാ അലീന ഇവിടെ വന്നതുകൊണ്ടല്ലേ ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായത്, അപ്പോൾ അലീന പോവുകയാണെങ്കിൽ പോവട്ടെ, അങ്ങനെ പ്രശ്നങ്ങൾ സോൾവ് ആവണമെങ്കിൽ സോൾവ് ആവട്ടെ എന്ന് പറയണം ബബിത. അപ്പോൾ ബബിതയോട് ബാലചന്ദ്രൻ പറയുന്നുണ്ട് അലീന ഇവിടെ വന്നതുകൊണ്ടല്ല പ്രശ്നങ്ങളുണ്ടായത്, നിങ്ങളുടെ അമ്മ ഇവിടെ ഉള്ളത് കൊണ്ടാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്, അലീന ഇവിടെ വരുന്നതിന് മുൻപും ഇവിടെ പ്രശ്നങ്ങളുണ്ടായിട്ടില്ലേ. അപ്പോൾ ബബിത പറയുന്നുണ്ട് ഇത്രയൊക്കെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അച്ഛന്ന് പറയുമ്പോൾ അതെ ഇത്രയൊന്നും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല, അലീന വന്നില്ലെങ്കിൽ മറ്റാരെങ്കിലും വരുമായിരുന്നു, ആ സമയത്തും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നു, അപ്പോൾ ആദ്യം നന്നാവേണ്ടത് നിങ്ങളുടെ അമ്മയാണ് എന്ന് പറയാണ് ബാലചന്ദ്രൻ. അപ്പോൾ അമ്മയെ മാത്രം ഇങ്ങനെ കുറ്റപ്പെടുത്തേണ്ട, അച്ഛനിപ്പോൾ അത്ര നല്ലതൊന്നുമല്ല എന്ന് രോഹിത്ത് പറയുമ്പോൾ നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും, നീ എൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കാനായിട്ടില്ല, നിൻ്റെ സ്വഭാവം മഹിമയൊന്നും ഇവിടെ എന്നെക്കൊണ്ട് വിളമ്പിക്കണ്ട എന്ന് പറഞ്ഞ് രോഹിത്തിൻ്റെ വായടപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് വൈജിയോട് നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അലീന ഇവിടെ നിൽക്കുന്നത്, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ചോദിക്കുമ്പോൾ അതെ എനിക്കിവിടെ അലീന നിൽക്കുന്നതിൽ പ്രോബ്ലം ഉണ്ട്, അലീന ഇവിടെ നിൽക്കണ്ട എന്ന് പറയണം. അപ്പോൾ അലീന ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊന്നും നീ കഴിക്കാൻ നിൽക്കണ്ട, നിൻ്റെ കാര്യങ്ങളൊന്നും അലീന നോക്കാൻ വരുന്നില്ല, അലീന എൻ്റെയും അമ്മയുടെ മാത്രം കാര്യങ്ങൾ നോക്കുന്നുള്ളൂ എന്ന് പറയണം.
അലീന ഇവിടെ നിൽക്കുന്നതിൽ ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാം. തൽക്കാലം അലീനെ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയാണ്. എന്നിട്ട് അലീനയോട് പറയുന്നുണ്ട്, നീ ഇവിടെ പാചകം ചെയ്യുന്ന ഒരു ഭക്ഷണവും വൈജയന്തിക്ക് വേണ്ടി ഉണ്ടാക്കരുത്, വൈജയന്തിക്ക് കൊടുക്കരുത് എന്ന് തന്നെ പറയണം. അത് സാർ എന്ന് പറയുമ്പോൾ ഒരു സാറും ഇല്ല, നിന്നോട് ഞാൻ പറയുന്നത് കേട്ടാൽ മതി. നീ ഉണ്ടാക്കുന്ന ഭക്ഷണം എനിക്ക് വേണ്ടിയിട്ടും എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടും ഇവളുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ടുമാണ്. ആ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഇവളുടെ ഒരു കാര്യങ്ങളും നീ നോക്കാൻ നിൽക്കണ്ട. അവളുടെ കാര്യങ്ങളൊക്കെ അവൾ സ്വയം തന്നെ ചെയ്തോളും. അവൾക്ക് വേണമെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചോളും എന്നൊക്കെ പറയണം ബാലചന്ദ്രൻ. അങ്ങനെ എന്താണെങ്കിലും ഭയങ്കര പ്രശ്നങ്ങൾ കൂടുതലാവുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഡേ ബൈ ഡേ ഓരോ പ്രോബ്ലംസ് ഇങ്ങനെ കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ്. വൈജയന്തിയുടെ വാശിയും ദേഷ്യവും കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ്. ബാലചന്ദ്രനും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, വൈജയന്തിയും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. രണ്ടുപേരും കട്ടയ്ക്ക് ഇങ്ങനെ വാശി പിടിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് ആ പുതിയതായിട്ട് വന്ന ഹോം നേഴ്സിനോട് വീട്ടിൽ നിന്ന് പോകാൻ പറയുന്നുണ്ട്. അപ്പോൾ അവരങ്ങനെ പോവുക കേട്ടോ. അപ്പോൾ അവർ വൈജയന്തിയോട് ഇങ്ങനെ നോക്കിക്കൊണ്ട് പോവുകയാണ്. എന്നിട്ട് പിന്നെ വൈജയന്തി വീണ്ടും ദേഷ്യപ്പെട്ട് എന്തോ സംസാരിക്കാൻ നിന്നപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു, ഈ വീട്ടിൽ നിൽക്കാൻ താല്പര്യമില്ലാത്തവർ, എന്നെ അനുസരിച്ച് എൻ്റെ വീട്ടിൽ നിൽക്കാൻ താല്പര്യമില്ലാത്തവർ ഇവിടെ നിൽക്കണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവുമില്ല. ഈ നിമിഷം ഇപ്പോൾ തന്നെ ഇറങ്ങി പോകാമെന്ന് പറയണം. അപ്പോൾ വൈജയന്തി വേണമെങ്കിൽ ഇറങ്ങി പൊക്കോ എന്നുള്ളൊരു സ്വരത്തിലാണ് ബാലചന്ദ്രൻ പറയുന്നത്. പക്ഷേ ബാലചന്ദ്രൻ അറിയാം വൈജയന്തി അത്ര പെട്ടെന്നൊന്നും ഇവിടെ നിന്ന് പോവില്ല, ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇവിടെ നിൽക്കും എന്നുള്ളത് അറിയാം. പക്ഷേ എന്താണെങ്കിലും ബാലചന്ദ്രൻ്റെ മനസ്സിൽ വൈജയന്തിയോട് ഭയങ്കര ദേഷ്യവും വിരോധവും ഒക്കെയാണ്. ആ വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു, തന്നെ ചതിച്ചവളാണെന്നുള്ള ആ ഒരു പകയും വെറുപ്പും ഒക്കെ ബാലചന്ദ്രൻ്റെ മനസ്സിലുണ്ട്. അതൊന്നും മാറാൻ പോകുന്നില്ല കേട്ടോ. പിന്നെ ഉടനെ ഒന്നും മാറാൻ പോകുന്നില്ല. അതൊക്കെ കുറേ കഴിയുമ്പോഴാണ് അതിൻ്റെ ചെറിയ ഒരു മാറ്റം വരുന്നതും ഒക്കെ. പക്ഷെ അപ്പോഴേക്കൊക്കെ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടാകും. വേറെ ഒരുപാട് സംഭവങ്ങൾ ആ കുടുംബത്തിൽ സംഭവിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സ്റ്റോറി ഞാൻ ഓരോന്നും അപ്കമിങ് എപ്പിസോഡായിട്ട് പറഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നാളത്തെ എപ്പിസോഡിൽ സംഭവിക്കുന്നത്. കൂടുതലും ബാലചന്ദ്രനും വൈജയും മക്കളും അലീനയും ഒക്കെ ആയിട്ടുള്ള ആ ഒരു സംഭവങ്ങൾ, ആ ഒരു വീട്ടിലെ സംഭവങ്ങൾ മാത്രമായിട്ടാണ് നടക്കുന്നത്. പിന്നീട് മുത്തശ്ശിയുടെ അടുത്തേക്ക് അലീന ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുന്ന ഭാഗങ്ങളും കാണിക്കാനുള്ളൊരു സാധ്യതയുണ്ട് കേട്ടോ. മുത്തശ്ശിയോട് വന്നിട്ട് ആ ഹോം നേഴ്സിനെ സാറ് പറഞ്ഞയച്ചു, എന്നോട് പോവണ്ടെന്ന് പറഞ്ഞു എന്നുള്ള കാര്യങ്ങൾ പറയും. ഇനിയിപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള മുത്തശ്ശിയുടെ ആവലാതിയും ഒക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, അലീനയെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് രേവതിക്കുട്ടിയും മാമച്ചാനും ഗ്രേസമ്മയും റെഡി ആവുന്നുണ്ട് കേട്ടോ. അവർ ഉടനെ തന്നെ അടുത്ത ദിവസം തന്നെ മാമച്ചാനും ഗ്രേസമ്മയും ഒക്കെ അലീനയെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് കടപ്പാട്ടൂർ വീട്ടിലേക്ക് വരുന്ന ഭാഗങ്ങളും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.